പരിശുദ്ധാത്മാവും എന്തുദ്ദേശിച്ചു എന്ന ഒരു അന്വേഷണം നടത്താനാണ് ഇന്ന് രാത്രികാലം ഞാൻ താല്പര്യപ്പെടുന്നത്. ഇങ്ങനെയാണ് ആ വാക്യം തുടങ്ങിയത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാവുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി എന്താണ്? അത്യന്ത ശക്തി ഗഹനമായ ചിന്തയ്ക്ക് അതിന്റെ 6-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കണം. അതിന്റെ 6-ാം വാക്യം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. മതി. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്തു. നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുമല്ലോ. വേദപുസ്തകത്തിൽ നാം ഈ സംഭവം എവിടെയാണ് കാണുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. എടുക്കണ്ട, നമ്മളിങ്ങനെ വായിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്ന് നമ്മുടെ മലയാള വേദ പുസ്തകത്തിൽ. എന്നാൽ മൂലപദത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ തീർന്നു എന്നാണ്. അതിനൊരർത്ഥമുണ്ട്. ദൈവം സൃഷ്ടിച്ച ഭൂമിയും ആകാശമൊന്നും പാഴായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. അതിന്റെ നിറവോടെ പരിപൂർണതയോടെ ദൈവം സൃഷ്ടിച്ചു. പിന്നെയോ മറ്റൊരു പശ്ചാത്തലമുണ്ട്. ആ കാരണത്താൽ ഭൂമി പാഴും ശൂന്യമായി തീർന്നു, തീരപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ പ്രസംഗ വിഷയം അല്ലെങ്കിൽ നമ്മുടെ വിഷയം അതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ അത് വിടുകയാണ്. താഴേക്ക് വായിക്കുമ്പോൾ ദൈവം ഇരുട്ടിനെ നോക്കി, പാടിനെ നോക്കി. ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. ഇരുളിനെ നോക്കി ദൈവം വിളിച്ചു പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അത്തരത്തിൽ നിന്ന് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന പദം പുറപ്പെട്ടപ്പോൾ ഇരുൾ മാറി വെളിച്ചമുണ്ടായി വന്നു. ഹല്ലേലൂയ. ഇരുൾ മൂടപ്പെട്ട് കിടന്ന, പാഴായി കിടന്ന, ശൂന്യമായി കിടന്ന മണ്ഡലത്തെ നോക്കി ദൈവം വിളിച്ചു പറഞ്ഞു വെളിച്ചമുണ്ടായി വരട്ടെ. ദൈവത്തിന്റെ അതിരത്തിൽ നിന്ന് വാക്ക് പുറപ്പെട്ട നിമിഷം ഇരുട്ടു മാറി വെളിച്ചം പുറപ്പെട്ടു വന്നു. ഹല്ലേലൂയ. ആദിയിൽ ദൈവത്തിന്റെ തിരുവായിരുന്ന വാക്കിലെ ശക്തി വിളിച്ചു പറഞ്ഞു ഉണ്ടാകട്ടെ, ഉളവായി വരട്ടെ, സൃഷ്ടിക്കപ്പെടട്ടെ, മുളച്ചു വരട്ടെ, വെളിച്ചം വരട്ടെ എന്ന്. ഉണ്ടാകട്ടെ, ഉളവാക്കട്ടെ, മുളച്ചു വരട്ടെ, സൃഷ്ടിക്കപ്പെട്ടു വരട്ടെ എന്ന വാചകങ്ങൾ ദൈവവായിന്ന് പുറപ്പെട്ടപ്പോൾ ഉണ്ടായി വന്നു, മുളച്ചു വന്നു, പുറപ്പെട്ടു വന്നു, സൃഷ്ടിക്കപ്പെട്ടു വന്നു. ഇല്ലാതിരുന്ന മറ്റൊന്നുണ്ടാകുവാൻ, മുളച്ചു വരുവാൻ, സൃഷ്ടിക്കപ്പെടുവാൻ കാരണമെന്താ? മറ്റൊന്നുമല്ല കാരണം ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാക്കിലെ ശക്തി, ദൈവത്തിന്റെ അതരത്തിലെ ശക്തി. പാഴിനെ മാറ്റി, ശൂന്യതയെ മാറ്റി, അസാധ്യമെന്ന് പറഞ്ഞ മണ്ഡലത്തെ മാറ്റിയത് ദൈവത്തിന്റെ വചനത്തിലെ ശക്തി. രാത്രി ശക്തി നമ്മൾ വിളിച്ചു പറയട്ടെ. ദൈവത്തിന്റെ വചനത്തിനൊരു ശക്തിയുണ്ട്, ദൈവത്തിന്റെ വാക്കിനൊരു ശക്തിയുണ്ട്. അത് പുറപ്പെട്ടാൽ, അത് പുറപ്പെട്ടാൽ, അത് പുറപ്പെട്ടാൽ ക്രിയ ചെയ്തിട്ടല്ലാതെ മടങ്ങി വരില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാറ്റുവാൻ, ശൂന്യതയെ മാറ്റുവാൻ, ഇരുളിനെ മാറ്റി വെളിച്ചം പ്രകാശിക്കത്തക്കവണ്ണം, പുതിയതൊന്ന് മുളച്ചു വരത്തക്കവണ്ണം കാരണമാക്കി ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ പാഴും ശൂന്യമായി കിടന്ന മണ്ഡലം, അതിനെ നോക്കി ദൈവം വിളിച്ചു പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. അപ്പൊ അവിടെ എന്തുണ്ടായി? വെളിച്ചമുണ്ടായി. മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുളച്ചു വന്നു, സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു വന്നു. ഇതെല്ലാം അവിടെ സംഭവിക്കുവാൻ ഒറ്റ കാരണമേ ഉണ്ടായുള്ളൂ, ഒരു വാക്ക്, ഒരു വചനം. ശ്രദ്ധിക്കണം, ആദിയിൽ ദൈവത്തിന്റെ അതരത്തിലിരുന്ന ശക്തി, ദൈവത്തിന്റെ വാക്കിലിരുന്ന ശക്തി. പുതിയ നിയമ ഇസ്രായേലെ, എന്നെ കേൾക്കുന്ന ദൈവവേദനയെ നീ മനസ്സിലാക്കണം. അന്ന് ദൈവത്തിന്റെ അതരത്തിരുന്ന ശക്തി പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുക, അവിടെ അല്ല, എന്റെ നിങ്ങളുടെ ഉള്ളിലിരിക്കുകയാണ്. എന്റെ നിങ്ങളുടെ ഉള്ളിലിരിക്കുകയാണ്, ഉള്ളിലിരിക്കുകയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം എന്ന് പറഞ്ഞ് 7-ാം വാക്യം പറയുക. എങ്കിലും ഈ ഏതത്തിന് ശക്തി പാഴിനെ മാറ്റിയ, ശൂന്യനെ മാറ്റിയ, വെളിച്ചം ഉളവാക്കത്തക്ക കാരണമായ ദൈവത്തിന്റെ വാക്കിന്റെ ശക്തി, ഈ അത്യന്ത ശക്തി നമ്മുടെ
പാത്രങ്ങളിൽ അത്രേ. രാത്രി വ്യക്തമായിട്ടൊരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, നാം ശേഷം മനുഷ്യരെ പോലുള്ളവരല്ല. നമുക്കൊരു ശക്തിയുണ്ട്, നമ്മളിലൊരു കൃപയുണ്ട്, നമ്മളിലൊരു വിളിയുണ്ട്, നമ്മളെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നാം ഇങ്ങനെ ഇരുന്നു പോകാനുള്ളവരല്ല. ഞായറാഴ്ച മാത്രം സഭായോഗത്തിന് വന്ന് വീണ്ടും അടുത്ത സഭായോഗത്തിന് വന്നിട്ട് ഒരു മാതിരിയുള്ള ഒരു പ്രയോജന സ്ഥലങ്ങളിൽ പ്രയോജനപ്പെടാൻ കഴിയാത്ത ഒരു വിശ്വാസിയായി കഴിഞ്ഞുകൂടാനല്ല നിന്നെ നമ്മൾ എന്തുണ്ട്? ഒരു അത്യന്ത ശക്തി. എഗസ്കേൽ പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് ദർശന താഴ്വരയിലേക്ക് നടത്തി. പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകനെ നീ എന്തു കാണുന്നു? പ്രവാചകൻ എന്ത് പറഞ്ഞു? ഒരു കൂട്ടം ഉണങ്ങിയ അസ്ഥികൂട്ടങ്ങളിലേക്ക്. എന്ത് കാണുന്നു? ഉണങ്ങിയ. പ്രത്യേകതയുണ്ട് അസ്ഥിക്ക്. എന്താ അതിന്റെ പ്രത്യേകത? ഉണങ്ങിയ. അടുത്ത ചോദ്യം, ഇത് ജീവിക്കും? അടുത്ത ചോദ്യം എന്താ? ഇത് എന്നോടായിരുന്നു ഈ ചോദ്യമെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് മറുപടി പറഞ്ഞുതരാം. ആ മറുപടി ഇപ്രകാരമാണ്: കർത്താവെ, ഒരിക്കലും ഇത്. കാരണം ഉണങ്ങിയതാ, വെറും അസ്ഥിയല്ല, ഉണങ്ങിയതാ. ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു പഴയ കുഞ്ഞു പ്രായത്തിലെ ഒരു സംഭവം ഓർമ്മ വരും. ഞാൻ പഠിച്ചിരുന്ന സ്കൂളിന്റെ അടുത്താണ് കത്തോലിക്ക പള്ളി, അതിനടുത്താണ് അവിടുത്തെ സിമിത്തേരി. അങ്ങനെ സിമിത്തേരിയിൽ ഒരു ഭാഗത്ത് ഒരു റിങ് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ കുറെ കാഴ്ചകൾ കാണാം. മറ്റൊന്നുമല്ല, ഈ സിമിത്തേരി ഓരോരുത്തരെ അടക്കം ചെയ്തിട്ട് സ്ഥലമില്ലാതെ വരുമ്പോൾ പഴയ കുഴിമാടം പൊളിച്ച് വൃത്തിയാക്കും. അന്നേരം പഴയ കുഴിമാടത്തിൽ പഴയ ആൾക്കാരുടെ അസ്ഥികളും അതൊക്കെ കാണും. അത് പുറക്കെ എവിടെ കൊണ്ടിടും? ഈ ഞാൻ പറഞ്ഞ ആ മൂലയ്ക്കുള്ള റിങ്ങിൽ അല്ലെങ്കിൽ തൊട്ടി അല്ലെങ്കിൽ കെട്ടി ഉണ്ടാക്കി സ്ഥാനത്ത് കൊണ്ടിടും. അന്ന് ഒരു 4 അഞ്ചിലേക്ക് പഠിക്കുന്ന സമയം സ്കൂളിൽ വിടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കല്ലറിലേക്ക് വന്നിട്ട് ഈ സംഭവത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ 2-3 പേര് നോക്കി, മറ്റൊന്നുകൊണ്ടല്ല, നിങ്ങൾ നോക്കിയോണം. അവിടെ ചെന്ന് നോക്കിയാൽ എല്ലാവരും സന്തോഷമുള്ളവരാണ്. നോക്കിയോടെ എല്ലാവരും ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്, ഒരുമാതിരി സന്തോഷത്തോടെ. അവിടെ ഒരു ദുഃഖമുഖമില്ല, അല്ലേ? ഒരുമാതിരി നല്ല ചിരിച്ചായിരിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഫെയറലവരി ഇടുന്നവരും കാവേരി ഇടുന്നവരും അവിടെ വ്യത്യാസമൊന്നുമില്ല. കറുത്തച്ചാൽ വെളുത്തച്ചാൽ വേർതിരിവൊന്നുമില്ല. അവിടെ എല്ലാവരും ഒരുപോലെ കിടക്കുന്നത്. നോക്കിയാലും നമുക്കും ഒരു സന്തോഷമുണ്ട്, നമ്മളെ കാണുന്ന അവർക്കും ഉണ്ട് ഒരു സന്തോഷം. പിന്നെ അവിടെ കണ്ടൊരു പ്രത്യേകത, ഈ അസ്ഥികളെല്ലാം ബന്ധം വിട്ട് കിടക്കുക. ഒന്നിനോടൊന്ന് ഇതിന് ബന്ധമില്ല. കൈയുടെ ഭാഗത്തല്ല കൈയുടെ എല്ല് കിടക്കുന്നത്, കാലിന്റെ ഭാഗത്തല്ല കാലിന്റെ എല്ല് കിടക്കുന്നത്. തോമാച്ചന്റെ തലയോട്ട് വേറെടുത്ത്, മത്തായച്ചന്റെ തലയോട്ട് വേറെടുത്ത്, പിന്നെ ശോശാമച്ചയുടെ തലയോട്ട് വേറെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ചിന്ന ഭിന്നമായി കിടക്കുക, വേർപെട്ട് കിടക്കുക. നിങ്ങളുടെ ചിന്ത യഗസ്കേൽ പ്രവാചകൻ കാണുന്ന അസ്ഥികൾ നോക്കിക്കുകയും, ഒന്ന് ഉണങ്ങിയ അസ്ഥി, മജ്ജ മേധസ്സോ ഞരമ്പോ അതേ മാംസങ്ങളോ ഇതിനില്ല, വെറും അസ്ഥി. അത് ഉണങ്ങിയത്, മജ്ജയില്ലാത്ത അസ്ഥി. രണ്ടാമത്തെ ഇതിനകത്ത് അസാധ്യമെന്ന് പറഞ്ഞ മണ്ഡലം ഇത് ബന്ധം വിട്ടത്. ഈ ബന്ധം വിട്ടതിനെ കൂട്ടിച്ചേർപ്പം ഭയങ്കര പാടാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, അനൈക്യതയുള്ളിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ അല്പം തടസ്സമാണ്. ഐക്യതയുള്ളിടത്ത് ദൈവത്തിന് ജനത ചെയ്യാനുള്ളത്. കർത്താവ് പറഞ്ഞെന്താ? 2-3 ഐക്യമത്യപ്പെട്ട് എന്റെ നാമത്തെ എന്ത് യാചിച്ചാലും പിതാവ് ഉത്തര മുഖത്തോടെ ഞാൻ എന്ത് ചെയ്തു? എന്ത് യാചിച്ചാലും, അല്ലേ? ഞാനത് ചിന്തിക്കുക. കർത്താവിനെ എടുത്തടിച്ച് ഇങ്ങനെ മറുപടി പറഞ്ഞു, എന്ത് യാചിച്ചാലും തരാമെന്ന്. 2-3 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചിന്തിക്കുക, കർത്താവിനറിയാം ഇവർ 2-3 പേർ നന്നായിട്ട് ഐക്യമത്യപ്പെട്ട് എന്തെങ്കിലും ചോദിക്കുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് മിക്കാരും പറഞ്ഞപ്പോഴേ കർത്താവിനറിയാം ഒന്നും കൊടുക്കേണ്ടി. കൈവറുക്കുന്നുണ്ട്, സംഭവം ശരിയ. ഒരുമിച്ച് കൂടുന്നുണ്ട്, സംഭവം ശരിയ. മനസ്സുകൾ തമ്മിൽ ഇപ്പോഴും അകലത്തില്ല. വ്യക്തികൾ തമ്മിൽ, ആശയങ്ങൾ തമ്മിൽ ഇപ്പോഴും അകലത്തില്ല. അസ്ഥിക്കൂടുതൽ നോക്കിക്കേ, ബന്ധം വിട്ട് കിടക്കുക. ചില സന്ധ്യപ്രാർത്ഥന വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ
അച്ഛൻ ഒരു മൂലയ്ക്ക്, അമ്മാമ്മ വേറൊരു മൂലയ്ക്ക്.